ഹലോ ഹായ് വെൽക്കം ടു നമ്മുടെ ചാനൽ. കുടിച്ച കാരണം മുടിയൊക്കെ എന്താണ് പിളിയേക്കായിരുന്നു നല്ലൊരു അബായൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് കുറേ ചോദ്യങ്ങളുണ്ട്. എന്താണ് എന്താണ് കട നിർത്തിയത്, ഇനി ജോലിക്ക് പോകണില്ലേ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റിൻ്റെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതിനുള്ള ഉത്തരം പറയാന്ന് വെച്ചാൽ, ജോലി നിർത്തിയിട്ട് 2 മാസമായി. ഞാൻ ജോലി നിർത്തിയിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ ഞാൻ ജോലി നിർത്തിയത്. എനിക്ക് പിടിക്കാൻ എന്തെങ്കിലും വേണം, ഇപ്പം തലാപ്പോൾ പിടിക്കാനൊരു കാര്യം. ജോലി നിർത്തിയിട്ട് 2 മാസമായി. ഞാൻ നിർത്തിയതാണ്. പിന്നെ ഇന്ന് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞാൽ കയറാൻ പറ്റും. പിന്നെ നമ്മൾ ആ കട ഇല്ലാണ്ട് പിന്നെ നമ്മൾ വേറെ കട എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നത് തൃശ്ശൂരായിരിക്കും. തൃശ്ശൂർ സാലറി ഉണ്ടാവും. നമ്മൾ കറക്റ്റ് 8 മണിക്ക് കയറിയാൽ വൈകിട്ട് കടയിൽ നിന്ന് രാത്രി 7:30 ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ കറക്റ്റ് 8:30-9 മണി കറക്റ്റാവും. അങ്ങനെ പോണ ചേച്ചിമാരുണ്ട്, എനിക്കറിയാവുന്ന ചേച്ചിമാരുണ്ട് കേട്ടോ. അപ്പോൾ കട ഞാൻ നിർത്തിയതാണ്. എനിക്ക് വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ വേറെ ഒരാളെടുത്തിട്ടില്ലെങ്കിലും നമുക്ക് കയറണം. അല്ലാണ്ട് വേറെ വല്ല പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഇവിടെ വരെ എത്തിച്ചില്ല പടച്ചോനെ. അപ്പോൾ ഇനിയും ഇപ്പോൾ വേറെ ഇതാണെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നത് ഗൾഫിലേക്ക് പോകുന്നുണ്ടോ, ഐ ആം വെയിറ്റിംഗ് എന്താണെങ്കിലും ഐ ആം വെയിറ്റിംഗ്. പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ നമ്മളെ കുറ്റം പറയാതെ ഇതിനൊക്കെ ഉണ്ടാവും. ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. സത്യം പറഞ്ഞാണ്ടല്ലോ അപ്പോൾ നല്ല മനസ്സമാധാനം. നമ്മൾ ഈ അവഗണന എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാത്ത കാര്യങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളും ഇങ്ങനെ പറയണമെന്നുണ്ടല്ലോ. എൻ്റെ പടച്ചോനെ അവർക്ക് നാവിന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് മാത്രം പറയണം. ചിലർ വിചാരിക്കും ഇപ്പോൾ കട നിർത്തി, ഇനി ഇവൾ എന്ത് ചെയ്യും, കുട്ടികൾ സ്കൂളൊക്കെ തുറക്കണല്ലോ, ഇവളെന്ത് ചെയ്യും? കുട്ടികളുണ്ടത് കട നിർത്തിയത് ഞാൻ. എൻ്റെ മക്കളെ സ്കൂൾ തുറക്കുകയാണെങ്കിലും റംലത്ത് ഇനി പെടാൻ പോവണമെങ്കിൽ റംലത്തിൻ്റെ മക്കള് റംലത്തല്ലേ പെടാൻ പോകുന്നത്. പടച്ചോനെന്ന് പറയുന്ന ഒരാൾ മേലുണ്ട്. ഒരാൾ എന്തിനാണ് പടച്ചോൻ ഇങ്ങനെ ഇറക്കി വിട്ടത്? പടച്ചോനിക്ക് അറിയാം ആ കുട്ടി ജോലി നിർത്താൻ പോവാണ്. എന്തായാലും എല്ലാം പടച്ചോനിക്ക് അറിയാം. പറഞ്ഞ മനസ്സിലായ? ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ബാഗ് ഉണ്ടെങ്കിൽ അത് 10 വർഷം 10ാം ക്ലാസ് വരെ ആ ബാഗ് ഉണ്ടാവും. ഇന്നത്തെ കുട്ടികൾ അതാണോ? അല്ല. ഇപ്പോൾ ബാഗിൻ്റെ സിബ്ബാണ് കേടെങ്കിൽ നമ്മൾ തുന്നും. മനസ്സിലായ? ഈ കൊല്ലം യൂണിഫോമിന് മാറ്റം ഉണ്ടാവും. യൂണിഫോം ഇല്ലേ? ഒരു ജോഡി യൂണിഫോമൊക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റിയിട്ടിട്ട് പോയ കാലാവസ്ഥ ഉണ്ടായിട്ടില്ലേ? അതുണ്ട്. അപ്പോൾ അവഗണിക്കനോടൊരു അത്രേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായി? തോൽക്കില്ല മക്കളെ, തോൽക്കാൻ പറ്റില്ല. ഓക്കെ, അടിച്ച് പൊളിച്ച് പടച്ചവൻ പറഞ്ഞ മാതിരി ഒരു കുഴപ്പമില്ലാണ്ട് അൽഹംദുലില്ലാ സുഖമായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആശുപത്രി കേസ് അതുണ്ടാവും. പടച്ചവൻ വ്യക്തനല്ലേ, പടച്ചവൻ അതിനുള്ളത് കാണിച്ചിരുന്നു ചെയ്യേ. പിന്നെ അമ്മ എന്തിനാ പേടിക്കണത്? നമ്മ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 100% നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള വഴി പടച്ചവൻ കാട്ടിത്തരും. തന്നെ മനസ്സിലായ? ആരെന്ത് പറഞ്ഞാലും കൂടെ നിന്ന് കൊയ് തോണ്ടി ചതിച്ചവരാണെങ്കിലും കൂടെ നിന്ന് ഇത് പണി തന്നവരാണെങ്കിലും ഒരു കുഴപ്പമില്ല. ആരോടും പരാതികളില്ല, പരിഭവങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ കടയിൽ പോകണമെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നിന്ന കടയിലാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും ഇപ്പോൾ തൃശ്ശൂരുള്ള കടയിൽ പോയാലും എന്താ നമുക്കിങ്ങനെ റീൽസ് ചെയ്യാനൊന്നിനും പറ്റുന്നില്ല. ഇവിടെ ആണെങ്കിൽ എല്ലാത്തിനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ആണെങ്കിൽ നമ്മൾ 8 മണിക്ക് കയറിയാൽ ഫോണും ബാഗും ഞമ്മോട് വെച്ചാൽ ഉച്ചക്ക് ചോറിന് ആ കടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫോണ് നമുക്ക് കിട്ടുള്ളൂ, നമ്മളെ ബാഗും ഫോണൊക്കെ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരു ടെൻഷനും അറിയണ്ട. സത്യം അങ്ങനെ തൃശ്ശൂരൊക്കെ ഉള്ള കടകളിൽ പോയാൽ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്കത് ആലോചിക്കാനുള്ള നേരം ഉണ്ടാവില്ല. ഇവിടെ എന്ന് വെച്ചാൽ ചേച്ചി എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടർ. എനിക്ക് വീഡിയോ ചെയ്യാനാണെങ്കിലും ഒന്നിനും മൂപ്പരൊരു പരാതികളൊന്നും പറയില്ല, ചെയ്തോ എന്നുള്ളതാണ്.
അതുകൊണ്ട് ആരെന്തായാലും പറഞ്ഞിട്ട് എവിടെയാണെങ്കിലും ഇനിയിപ്പോൾ ഗൾഫിൽ പോകാനാണെങ്കിലും ഇപ്പോൾ ഉമ്മാൻ്റെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഗൾഫിലുണ്ട്. കുറേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഉപ്പാൻ്റെ ഒരു അനിയൻ അക്കുഞ്ഞിപ്പാന്ന് പറയും. അക്കുഞ്ഞിപ്പ എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ഉണ്ടാവുമ്പോൾ 2-3 ദിവസം അടുത്ത് മാമാൻ്റെ ഹോട്ടൽ വർക്കർ മാമാൻ്റെ അടുത്ത് തന്നെ ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിലേക്ക് മാമ കുക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് എന്താണ് അവരൊരു ഫാമിലിയിലെ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് എനിക്കൊരു ഇതുണ്ട്, ആരൊരു മെസ്സേജ് ഇട്ട് എടുത്ത് നോക്കും. എനിക്ക് കൂടുതൽ ഒരാളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങിയാണ് 5-10, അതിപ്പോൾ എൻ്റെ ഉമ്മ ആണെങ്കിലും എൻ്റെ താത്ത ആണെങ്കിലും ആരാണെങ്കിലും 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് അത്രയും ഞാൻ ഫോണിൽ സംസാരിക്കുള്ളൂ. പിന്നെ എനിക്കിങ്ങനെ നമ്മൾക്ക് നല്ലത് നല്ല കാര്യങ്ങൾ ഇതാക്കാറില്ല. എനിക്ക് മാമ കുഞ്ഞിപ്പ വിളിച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ആ മെസ്സേജ് ഞാൻ നോക്കിയില്ല. കുഞ്ഞിപ്പ എന്നെ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചിരുന്നു. പക്ഷേ ഞാൻ ആ കോളില്ല വാട്സപ്പ് കോളാണ് വിളിച്ചത്. കുഞ്ഞിപ്പ ആ ഫോണിനിട്ടൊരു മറുപടി പറയുകയും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു കുഞ്ഞിപ്പ വർക്ക് ചെയ്യുന്നുണ്ട് ഹോട്ടലിൻ്റെ അപ്പുറത്തുള്ള ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. അവിടുത്തെ കുട്ടീനെ നോക്കാനായിരുന്നു. പക്ഷേ അവിടെ കുഞ്ഞിപ്പനോട് പറഞ്ഞിട്ട് നല്ല അവിടെ പാളായി ഒന്നും നോക്കണ്ടിരുന്നില്ല. മെഡിക്കൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ടിക്കറ്റും എല്ലാം ഒരു 40,000 റുപ്യ കറക്റ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിപ്പ എന്ന് വിളിക്കണോടത്തായി അത്ര ഡിഫറൻസും ഉള്ളു. അവിടെ ഞങ്ങൾ ആൾക്കാർ കുറേ ഉണ്ട്. പക്ഷേ മാമ അവിടെ ആയിരുന്നു. പിന്നെ കുറേ ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങൾ ഫാമിലിയുള്ള ഒരുവിധ ആൾക്കാരൊക്കെ ആ ഹോട്ടലിലേക്ക് തന്നെ മാമ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടൽ പണിയായിരുന്നില്ല, മാമയുടെ അടുത്ത് തന്നെ ആയിരുന്നു. അവരൊരു ഫാമിലിക്ക് ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞ പിന്നെ ഞാൻ എൻ്റെ അബദ്ധത്തിൽ ഫോൺ എടുത്തില്ല. ഒന്ന് ആലോചിക്ക്. അപ്പോഴും അത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മെസ്സേജിക്ക് റീപ്ലൈ കൊടുക്കണത്. മാമനാ എല്ലാം കഴിഞ്ഞിട്ട് നീ പറയാം. എനിക്ക് പണ്ടന്നാളുള്ള ഒരു സ്വഭാവമാണ്. ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല, ആരും മെസ്സേജിക്കും. ഇപ്പം അതിന് നമ്മളിൽ ഇപ്പോൾ ആ യൂട്യൂബിലത്തെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ധന്യ ചേച്ചിയുടെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് ധന്യ ചേച്ചിക്ക് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോകേണ്ടത് ധന്യ ചേച്ചി എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മുന്നേ. പക്ഷേ മെസ്സേജ് ധന്യ ചേച്ചി നോക്കിയിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നത് ധന്യ ചേച്ചിയുടെ ഫോണ് കേടായതുകൊണ്ടാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഞാൻ പോയി. ഇപ്പം ട്യൂഷൻ ഗ്രൂപ്പ് അന്നും അതുണ്ട്. പക്ഷേ എൻ്റെ ഫോണ് സൈഡിലുണ്ടല്ലോ ഡിസ്പ്ലേ പോയി കുറച്ച് ഗ്ലാസ് പൊട്ടി ഡിസ്പ്ലേ ഇതായില്ല. അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഫോൺ ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണെൻ്റെ വർക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇതിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പുകളൊക്കെ എടുത്ത് കളഞ്ഞു. എന്തിന് ഞാൻ പഠിച്ച സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ കൂട്ടുകാരികൾ മൂസിനെ എപ്പോഴും പറയാം, എന്നെ വിളിച്ചവർ അത്യാവശ്യത്തിന് വിളിച്ചാൽ പോലും കിട്ടൂല. മെസ്സേജ് ഇട്ടാൽ ഗ്രൂപ്പുകൾ മൊത്തം എടുത്ത് കളഞ്ഞ്. ഇപ്പം ഒന്നുമില്ല. നമ്മളേതായ ചുറ്റുപാട്, നമ്മളേതായ സന്തോഷം, നമ്മളത് മാത്രം അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും. അപ്പോൾ ജോലിക്ക് ഇൻഷാ അല്ലാഹ് കയറും. കുറച്ച് ഒരു സമയം എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ലാസ്റ്റിലല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിലും നല്ല ജോലിയാണെങ്കിലും ആ കടയില്ലെങ്കിൽ വേറെ തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും മൈൻഡിലൊന്നും ഉണ്ടാവില്ല. രാവിലെ പോവുക, രാത്രി വരുന്നു, അടുക്കളത്ത് പണി കഴിക്കുന്നു, കടന്നുറങ്ങുന്നു, രാവിലെ പോവുക. ഞായറാഴ്ച പോലും ലീവില്ല തൃശ്ശൂർ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടാണ് നിങ്ങൾ ചോദിച്ച കാര്യം. പിന്നെ അവഗണിക്കണവരൊക്കെ അവഗണിക്കുക, കുറ്റം പറയുന്നവരൊക്കെ കുറ്റം പറയും. ഓക്കെ, അപ്പോൾ അത്ര